ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കുപ്പൂസാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നമ്മൾ ലയിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 500 ഗ്രാം മൈദ, പാകത്തിന് ഓയിൽ, പാകത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ്. നമുക്കിനി ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കാം. 10 മിനിറ്റ് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ ആക്കി വെച്ചതാണ്. ഇതിനി കുറേശ്ശെയായിട്ട് 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് സാദാ വെള്ളം കൂടെ ചേർത്ത് കുഴച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മാവൊക്കെ നന്നായിട്ട് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് പുരട്ടിയാണ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ ഒരു നനഞ്ഞ തുണിയാണ് ഇതിൻ്റെ പുറത്ത് നമ്മൾ നനച്ചിട്ടിരിക്കുന്നത്. നമുക്കിത് നോക്കാം. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ചെറിയ ബോളാക്കി പരത്തിയെടുക്കാം. മാവ് ശകലം ലൂസാണ്. നമുക്കിതിങ്ങനെ കുറച്ച് ഇച്ചിരി കട്ടിയാക്കി എടുക്കാം. ഇവിടെ കുപ്പൂസിനുള്ള മാവ് നന്നായിട്ട് കുഴച്ച് ചെറിയ ബോളായിട്ട് നമുക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി മൈദയിലേക്ക് മുക്കി പരത്തി പാനിലിട്ട് കൊടുക്കാം.
നമ്മുടെ കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം.